പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ബലതന്ത്രങ്ങൾ അപ്രതീക്ഷിതമായ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ വലിയ മാറ്റത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ നയതന്ത്രപരമായ പുതിയ നീക്കങ്ങളും അതിനോട് അറബ് രാജ്യങ്ങൾ കാണിക്കുന്ന ക്രിയാത്മകമായ താല്പര്യവുമാണ്. ഒരു കാലത്ത് ഇറാനെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടിരുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ആ രാജ്യവുമായി ചർച്ചയുടെയും സമാധാനത്തിന്റെയും പാത സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പരമ്പരാഗതമായ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ പുതിയ പ്രാദേശിക കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ദീർഘകാലമായി അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയം രൂപപ്പെട്ടിരുന്നത് ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂന്നിയായിരുന്നു. ഉപരോധങ്ങളും ഭീഷണികളും വഴി ഇറാനെ തളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കൂട്ടുനിന്നിരുന്നത് അറബ് രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഈ നിലപാട് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കോ സാമ്പത്തിക വളർച്ചയ്ക്കോ ഗുണകരമല്ലെന്ന തിരിച്ചറിവ് ഗൾഫ് ഭരണാധികാരികളിൽ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ. തങ്ങളുടെ വിദേശ നയത്തിൽ ഇവർ വരുത്തിയ വലിയ അഴിച്ചുപണി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന ഇറാന്റെ വാക്കുകൾക്ക് അറബ് ലോകം ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ സൗദി സമാധാന കരാർ. അമേരിക്കയെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് നടന്ന ഈ ചർച്ചകൾ വാഷിംഗ്ടണിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. പശ്ചിമേഷ്യയിലെ രക്ഷാധികാരി എന്ന പദവിയിൽ നിന്ന് അമേരിക്ക പുറന്തള്ളപ്പെടുകയാണോ എന്ന സംശയം ഇത് ഫലപ്പെടുത്തി. ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾ കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗികമായ തലത്തിലേക്ക് മാറിയതോടെ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ മുൻഗണനകളിൽ മാറ്റം വരുത്തി. അമേരിക്കയുടെ ആയുധങ്ങൾക്കും സൈനിക പിന്തുണയ്ക്കും അപ്പുറം പ്രാദേശികമായ ഐക്യമാണ് സ്ഥിരതയുള്ള സമാധാനത്തിന് ആവശ്യമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഈ മാറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പോലുള്ള വൻകിട വികസന പദ്ധതികൾക്ക് മേഖലയിൽ ശാശ്വതമായ സമാധാനം അനിവാര്യമാണ്. ഇറാനുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നത് തങ്ങളുടെ വിനോദസഞ്ചാര വ്യാപാര മേഖലകളെ ബാധിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ സമാധാന സന്ദേശങ്ങളെ ഗൗരവമായി എടുത്തുകൊണ്ട് സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയമായിട്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്ക് അറബ് രാജ്യങ്ങളുടെ ഈ പുതിയ നിലപാട് വലിയൊരു തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഏറെ സങ്കീർണമാണ്. ഇസ്രയേലിനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം തുടരാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങൾ ഇറാനുമായി അടുക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അറബ് ലോകത്തെ രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തൽ തന്ത്രങ്ങൾ അവിടെ ഫലിക്കാതെ വരുന്നു. ഇറാന്റെ വാക്കുകൾക്ക് കിട്ടുന്ന ഈ സ്വീകാര്യത പശ്ചിമേഷ്യയിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വരും നാളുകളിൽ ഈ സഖ്യങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നതോടെ ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം.